തൃശൂർ നഗരത്തിൽ ഇന്ന് പുലികൾ ഇറങ്ങും. രാവിലെ മുതൽ പുലിമടകളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വൈകിട്ടോടെയാണ് പുലികൾ നഗരം കീഴടക്കുക. ഇത്തവണ 7 സംഘങ്ങളാണ് പുലികളിക്കായി എത്തുന്നത്. വിവരങ്ങളുമായി ശങ്കരംകുളങ്ങരയിൽ നിന്ന് എം മനോജ് ചേരുകയാണ്. മനോജ്, ശങ്കരംകുളങ്ങരയിൽ എങ്ങനെയാണ് സമയങ്ങൾ മുന്നോട്ട് പോകുന്നത്? അതോടൊപ്പം തന്നെ ഓയിൽ പെയിന്റാണ് ഇവരുടെ ശരീരത്ത് പുരട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ് ചമയം അഴിക്കുമ്പോൾ എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാലും ഈ ബുദ്ധിമുട്ടുകളെല്ലാം അല്ലെങ്കിൽ ഈ പരിമിതികളെല്ലാം താണ്ടിക്കൊണ്ട് പുലികൾ വളരെ ഭംഗിയോടുകൂടി നൃത്തം ചെയ്ത് നഗരം കീഴടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രൂപമാണ് വേട്ടക്കാരൻ്റെത്. വേട്ടക്കാരൻ്റെ രൂപം കെട്ടുന്ന ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടോ? ആ ചമയങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ദേവിക, ഈ ശങ്കരമംഗലം ദേശത്ത് വളരെയധികം, ഈ ശങ്കരംകുളങ്ങര ദേശത്ത് വളരെയധികം വിപുലമായി തന്നെയാണ് ഇത്തവണ ഈ പുലികളിക്കായി പുലികൾ ഇറങ്ങുക. അവരൊക്കെ തന്നെ ഈ ഒരുക്കങ്ങളിലാണ്. എന്തായാലും ഈ ചമയ പ്രദർശനത്തിന് സമീപം തന്നെയാണ് പുലികളെ ഒരുക്കുന്നതും. ഈ നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ ഗൊറില്ല പൗഡറാണ് അരച്ച് ഇവരുടെ ദേഹത്ത് പുരട്ടുന്നത്. ആ ചായമാണ് പണ്ട് കാലങ്ങളിൽ മറ്റു തരത്തിൽ കരിയൊക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ പുലികളെ വരച്ചിരുന്നെങ്കിൽ ഇന്ന് അത് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചമയപ്രദർശനമാണ് നമ്മൾ കാണുന്നത്. ഇത് ശങ്കരൻകുളങ്ങരയുടെ ചമയപ്രദർശനമാണ്. ഒപ്പം ഇവിടെ മറ്റ് പുലി വേഷം കെട്ടുവാൻ വേണ്ടി, അതായത് ഈ ചായം പുരട്ടുവാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നവരുമുണ്ട്, കുട്ടികളുണ്ട്. അത് തന്നെയാണ് പുതിയ തലമുറ ഈ ഒരു സാംസ്കാരികതയുടെ ഉത്സവം അത് ഏറ്റെടുത്തുകൊണ്ട് ഇതിലേക്ക് വരുന്നു എന്ന് തന്നെയാണ്. പുലിയാവാൻ പോവാണ് ആദ്യമായിട്ടാ? എന്താ പേര്? അനന്തു. എന്തു തോന്നുന്നു ഈ ഒരു ആവേശത്തിന്റെ ഒരു ഭാഗമാകുമ്പോ? സന്തോഷമുണ്ട്. എങ്ങനെയാ? സന്തോഷമുണ്ട്. വൈകിട്ട് എങ്ങനെയാ? പൊളിക്കും. പ്രാക്ടീസ് ഒക്കെ ചെയ്തോ? ചുവടൊക്കെ വെച്ചോ? വെക്കണ്ടേ വൈകിട്ടാവുമ്പോ? അത് പഠിപ്പിച്ചു തരും. എങ്ങനെയാ? പഠിച്ചു തരാന്ന് പറഞ്ഞു. എന്തായാലും സന്തോഷം തന്നെയാണല്ലേ പുലിയാവുന്നത്. നേരത്തെ എങ്ങനെയാ റോഡിലൊക്കെ നിന്ന് കാണും പുലികളി? കണ്ടുണ്ട് കുറെ വട്ടം. കാണുമ്പോ പുലിയാവണമെന്ന് തോന്നിയാ? അപ്പോൾ തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും അതുപോലെ തന്നെ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒക്കെ ഇവിടെ അവരുടെ ശരീരത്തിലൊക്കെ പുരട്ടുവാനുള്ള ചായക്കൂട്ടുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ശങ്കരൻകുളങ്ങര ദേശത്തും വരെ ആരംഭിക്കും. അതിൻ്റെയൊക്കെ ആവേശത്തിൽ തന്നെയാണ് ഇവിടെയുള്ളവരും. വളരെയധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ശങ്കരൻകുളങ്ങര ദേശവും ഈ പുലികളിലേക്ക് തിരിച്ചു വരുന്നത്. 7 സംഘങ്ങളാണ് ഇതിലുള്ളത്. അത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് 300-ലധികം നിരവധി പുലികൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് വൈകിട്ടോടുകൂടി ഇറങ്ങും. രാവിലെ മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ പെയിന്റിന്റെ കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അത് മിക്സ് ചെയ്തുകൊണ്ട് ആദ്യം ഇവരുടെ ശരീരത്തിലെ രോമങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. അതിനുശേഷം എണ്ണ തേക്കും. അതിനുശേഷം ആദ്യം ഈ വെള്ള നിറത്തിലുള്ള പെയിന്റ് ആയിരിക്കും അവരുടെ ശരീരത്തിൽ പൂശുക. അതിനുശേഷമാണ് ഓരോ നിറത്തിലുള്ള പെയിന്റുകളായി അവരുടെ ശരീരത്തിൽ പൂശിക്കൊണ്ട് ഓരോ പുലികളെയും, വ്യത്യസ്തമായിട്ടുള്ള ഓരോ പുലികളെയും തയ്യാറാക്കുക. അതിൽ വരയൻപുലിയും പുള്ളിപ്പുലിയും കരിമ്പുലിയും പലതരത്തിലുള്ള പുലികളുണ്ട്. ഈ പുലികളാണ് ഇന്ന് ശക്തന്റെ തട്ടകം കീഴടക്കുക. അവർക്ക് വേണ്ട വസ്ത്രങ്ങളും. ചേട്ടാ, എന്തായാലും വളരെയധികം ആവേശം തന്നെയാണ് ശങ്കരൻകുളങ്ങരയെ സംബന്ധിച്ചിടത്തോളം. വളരെയധികം പറഞ്ഞില്ലേ, ഈ പ്രാവശ്യത്തെ പരിപാടി ഗംഭീരാക്കണമെന്നുള്ള പരിപാടിയിൽ നിന്ന് ഞങ്ങളെല്ലാവരും. ഇത്തവണ 51 പുലികളുണ്ട്. എത്ര വർഷമായി പുലികളിൽ പങ്കെടുത്തിട്ട് ഈ ശങ്കരൻകുളങ്ങര ദേശം? ഇതിപ്പോ രണ്ടാമത്തെ വർഷം. ആദ്യം 14 വർഷം മുപ്പാട്, ഈ വർഷം 14 വർഷം മുമ്പ്. അതിനുശേഷം ആവേശത്തോടുകൂടിയുള്ള തിരിച്ചുവരവ്. എല്ലാവരും നല്ല സെറ്റപ്പോട് കൂടിയിട്ടുള്ള പരിപാടി ചെയ്യണോ. ഇത്തവണ എങ്ങനെയാ? ട്രോഫി അടിക്കണോ? ഏതെങ്കിലും ഒന്ന് ഫസ്റ്റിട്ടൊന്നും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് അടിക്കും. കാര്യത്തിൽ ഇറക്കില്ല. എങ്ങനെയാ ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ? ആദ്യഘട്ടം എങ്ങനെയാ ഈ പുലിയെ ഒരുക്കുന്നത്? ആദ്യം ഓരോ വെള്ളടിക്കും, ഓരോ കൊട്ടടിക്കും. പിന്നെ വരകൾ വരും. അവരൊന്ന് വലിഞ്ഞതിന് ശേഷം പെയിന്റൊക്കെ ഒന്ന് കുറച്ച് നേരം, ഒരു 1 മണിക്കൂർ ആകുമ്പോഴേക്കും ഒക്കെ വലിയും, ശരീരത്തിൽ വലിയ. അപ്പൊ പിന്നെ വരകള്, പടങ്ങൾ വരയ്ക്കുന്നത്, തല വരയ്ക്കുന്നത് ഒക്കെ വരും. ആർട്ടിസ്റ്റ്മാർ കുറെ വരും. ഇവിടെ എത്തിയപ്പോഴാണ് നിരവധി കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ പുതിയ തലമുറയും കൂടെ പുലികളി ഏറ്റെടുത്ത് കഴിഞ്ഞു. 4 വയസ്സായ കുട്ടികളുണ്ട്. അപ്പോൾ ഈ ദേശത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാ? എല്ലാവരും ആവേശത്തോടു കൂടി. ഇന്ന് എത്ര മണിയോട് കൂടിയാ ഇവിടുന്ന് ഇറങ്ങുക? 3 മണിക്ക് ഇറങ്ങും. 5 മണിക്ക് നടുവിലല്ലേ കളിക്കും. ഈ ചേട്ടന്റെ അറിവിൽ ഈ പുലികളി, അതായത് പുലികളിയുടെ ഒരു ചരിത്രം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു? ഞാൻ 10-25 കൊല്ലം ഇട്ടിട്ടുള്ള ആളാ. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പുലിയാണ്. അവിടെ വിട്ടൊക്കെ ഇട്ടിട്ടാ.
പല ദേശങ്ങളിലായി പോയി പുലിയായിട്ടുള്ള ആളാണ്. ശരിക്ക് കളിക്കും, അടിപൊളിയായിട്ട് കളിക്കും. 2 സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പഴയ ഒരു സ്റ്റെപ്പ് അതുതന്നെയാണ് ആ ഒരു പഴയ തലമുറ 10-25 വർഷത്തിലധികം പുലി വേഷം കെട്ടിയ അല്ലെങ്കിൽ പുലി ആയിട്ടുള്ള ആളാണ്. ഇതേപോലെ കുട്ടിക്കാലം മുതല് തിരുവോണത്തിന് വരെ വേഷിട്ടിട്ട് കളിച്ചിട്ടുള്ളതാ. അന്ന് 2 രൂപ കിട്ടും ഒരു ദിവസം കളിച്ചു കഴിഞ്ഞാൽ. അതൊരു ജീവിതമാർഗം കൂടെ ആയിരുന്നു. അന്ന് അതിന്റെ ആവേശം. അന്നൊരു ടീം കുട്ടമളങ്ങര, അവർക്ക് വലിയ ടീമുകളായിരുന്നു. കുട്ടമളങ്ങരയിലിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഈ പരുവത്തിലൊക്കെ. ആ കാലം തൊട്ട് തുടങ്ങിയതാ. 2ഓണം 3ഓണം 4ഓണം കൂടിയിട്ടുണ്ട്. പിന്നെ വലുതായിപ്പോ തീർച്ചയായും അത് തന്നെയാണ്. അത്തരത്തിൽ അവർക്കൊക്കെ ഓരോ വർഷവും പുലിവേഷം കെട്ടുമ്പോൾ അല്ലെങ്കിൽ പുലിയാകുമ്പോൾ ആ ഒരു ആവേശം തന്നെയാണ് വേഷം ഇടാത്തപ്പോഴും അവർ ചുവടുകളിലൂടെ കാണിക്കുന്നത്. എന്തായാലും ശക്തന്റെ തട്ടകത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പുലികളുടെ ദിവസമാണ്. പുലികൾ ഇന്ന് ആ ഒരു തട്ടകം കീഴടക്കുന്ന ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചേട്ടൻ ഇപ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ ആവേശത്തിലാണ്, പുലിയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. കുട്ടികള് ഞങ്ങൾ കമ്മിറ്റിക്കാരും ചേട്ടൻ നേരത്തെ തന്നെ 25 വർഷത്തിലധികം പുലികളെ ഇനി കുട്ടികൾ വരട്ടെ. അത് തന്നെയാണ് ഇനി പുതിയ തലമുറ ഈ ഒരു അത് തന്നെയാണ് മനോജ്. അവിടുത്തെ ആവേശം ഏറ്റവും കൂടുതൽ തൊട്ടറിയാൻ കഴിയുന്നു മനോജിനെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശക്തന്റെ തട്ടകത്തിലേക്ക് പുലിക്കുട്ടികൾ ഇറങ്ങാൻ അല്പസമയം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വൈകിട്ടോടുകൂടി പുലികൾ നഗരം കീഴടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ശങ്കരൻകുളങ്ങരയിൽ നിന്ന് ദൃശ്യങ്ങളും വിവരങ്ങളുമായി ചേരുകയായിരുന്നു എം മനോജ്.